മലയാളിക്ക് ഇന്ന് ഒരു അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വേടൻ എന്ന ആ പാട്ടുകാരൻ. ഇത്ര പെട്ടെന്ന് മലയാളിയെ ആകെ സ്വാധീനിച്ച ഒരു ഗായകൻ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. പാട്ടുകളെ പറ്റി പറയുമ്പോൾ യേശുദാസിൻ്റെയും ജയചന്ദ്രൻ്റെയും ജാനകിയുടെയും ചിത്രയുടെയൊക്കെ മാസ്മരികമായ ലയവും താളവും സംഗതിയും ഒക്കെയുള്ള സംഗീതത്തിൽ ലയിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഗീത പാരമ്പര്യമാണ് നമ്മൾ മലയാളിക്കുള്ളത്. നമ്മുടെ ആ പാരമ്പര്യത്തിലേക്ക് ലോക സംഗീതത്തിൽ ഇതിനു മുമ്പേ തന്നെ നിലയുറപ്പിച്ച റാപ്പ് മ്യൂസിക് വളരെ അപൂർവമായി കടന്നു വന്നിട്ടുള്ളൂ. ഒരുപക്ഷെ ജാസി ഗിഫ്റ്റ് എന്നെല്ലാം തുടങ്ങിയ ആ റാപ്പ് സംഗീതം ഫെജോ, ഡെപ്സി, തിരുമാൽ തുടങ്ങിയവരുടെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കായി മലയാളത്തിൽ ഇത് തുടരുന്നുണ്ടെങ്കിലും മലയാളിയെ മുഴുവൻ, പ്രത്യേകിച്ചും യുവതലമുറയുടെ മുഴുവൻ ആവേശമായി അവരുടെ ശരീരം മുഴുവൻ തരിപ്പ് കയറ്റുന്ന ലഹരിയാക്കി മാറ്റിയത് വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കിരൺ ദാസ് മുരളി എന്ന റാപ്പ് ഗായകനാണ്. വളരെ താഴ്ന്ന സാഹചര്യങ്ങളിൽ നിന്നും ഉയർന്നു വന്ന് തൻ്റെ പാടാനും പാട്ട് എഴുതാനുമുള്ള ഈ പ്രത്യേക കഴിവിനെ ഉപയോഗിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അതോടൊപ്പം തന്നെ തനിക്ക് തൻ്റെ തലമുറയോടും ഈ സമൂഹത്തോടും ചിലത് പറയാനുണ്ടെന്നും ആ പറച്ചിലിൻ്റെ രാഷ്ട്രീയം കൂടി അദ്ദേഹം തൻ്റെ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തുക കൂടി ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്, അതിലൂടെ ഉയർന്നു വരുന്ന ഗാനങ്ങൾക്ക് ഒരുപാട് പ്രഹരശേഷി ഉണ്ടായിരുന്നു. ഇതിലുമേറെ പണ്ട് നമ്മൾ പൊരുതി നിന്നതാ, വീണിടത്ത് നിന്നെണീറ്റുയർത്തു നിന്നതാ എന്ന് വേടൻ നീട്ടിപ്പാടുമ്പോൾ അതൊരു കാലത്ത് തീണ്ടലും ഒറ്റപ്പെടുത്തലും ഭ്രഷ്ട് കൽപ്പിക്കലുമൊക്കെ അനുഭവിച്ച ഒരു സമുദായത്തിൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ ഇന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന, തിരസ്കരിക്കപ്പെട്ടു പോകുന്ന ജനങ്ങളുടെയൊക്കെ ശബ്ദമായി മാറുമ്പോൾ ഈ പാട്ട് ഒരു ഗാനത്തിനുമപ്പുറം അത് അവർക്ക് ആവേശപൂർവ്വം ഏറ്റുചൊല്ലുന്ന ഒരു മുദ്രാവാക്യമായി തന്നെ മാറുന്നുണ്ട്. വേടനെ സംബന്ധിച്ചിടത്തോളം വേടന്റെ പാട്ട് എന്നത് ഒഴിവ് സമയങ്ങളിൽ ആസ്വദിച്ചു പോകാവുന്ന ഒരു ഗാനമായി മാത്രമല്ല അയാൾ കാണുന്നത്. അതിനുമപ്പുറം വേടന്റെ പാട്ടിന് ഒരു രാഷ്ട്രീയമുണ്ട്. താൻ രാഷ്ട്രീയം പറയാൻ വേണ്ടി പാട്ട് തിരഞ്ഞെടുത്തു എന്നാണ് വേടൻ പറയുന്നത്. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ഇനി കാലമില്ല, കാത്തിരിക്കാൻ ആരുമില്ല, പുറത്തു പോവാൻ ക്ഷമയുമില്ല എന്ന് വേടൻ പറയുമ്പോൾ അതിലെ ഒരു രാഷ്ട്രീയമുണ്ട്, ശക്തമായ ഒരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം എന്നത് അടിച്ചമർത്തപ്പെട്ട ഒരു സമുദായത്തിൻ്റെ ശബ്ദം മാത്രമല്ല. അതിനുമപ്പുറം അയാളുടെ പാട്ടുകൾക്കെല്ലാം അടിച്ചമർത്തപ്പെടുന്നവൻ്റെ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ്റെ, സ്വന്തം ശബ്ദം നഷ്ടപ്പെട്ട് അടിമയാക്കപ്പെടുന്നവൻ്റെ, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന പേരിൽ സ്വന്തം വീട് നഷ്ടപ്പെടുന്നവൻ്റെ, സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്നവൻ്റെ, അനീതി ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വരുന്നവൻ്റെ ഒക്കെ ശബ്ദമായി വേടന്റെ പാട്ടുകൾ ഇവിടെ രൂപപ്പെട്ടു വരുന്നു. ദൈവം മരിച്ചു എന്ന പ്രശസ്തമായ വചനം പോലെ നീതി മരിച്ചു എന്ന് ഇവിടെ വേടൻ പാടുന്നുണ്ട്. ആ മരിച്ച നീതി താൻ ഒരാൾ പാടിയത് കൊണ്ട് തിരിച്ചു വരില്ല എന്നും അവൻ പറയുന്നു. എന്നാൽ ഒരുപാട് പേരുടെ പാട്ടിലൂടെ ആ നീതി കൊണ്ടുവരാൻ പറ്റുമെന്നാണ് വേടൻ വിശ്വസിക്കുന്നത്. വേടൻ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിന്റെ നട്ടെല്ല് പൊട്ടി നമ്മൾ ചാവും, ചാകാണ്ടിരിക്കാനെങ്കിലും പാടരുതയ്യേ, പാടിയിട്ടിരിക്കാനെങ്കിലും പാടരുതയ്യേ എന്ന് ഉറക്കെ പാടുമ്പോൾ അത് ഏറ്റുപാടുന്ന ആൾക്കൂട്ടത്തിലൂടെ വേടന്റെ പാട്ട് 1000 പേരുടെ പാട്ടായി ഇവിടെ മുഴങ്ങും. എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ, എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ, എവിടെ മനിതനടിമ അവിടെ വിപ്ലവങ്ങളാവണം. വേടന്റെ ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് അത് ഏതൊരു അധികാര ഗോപുരങ്ങളെയും വെല്ലുവിളിക്കാൻ ശക്തിയുള്ളതുമാണ്. കാടുകട്ടവന്റെ നാട്ടിൽ ചോറുകട്ടവൻ മരിക്കും, കൂറുകട്ടവൻ ഭരിച്ചാൽ ഊരുകട്ടവൻ മുടിക്കും. ഇങ്ങനെ അഗ്നി പടർത്താൻ, മിന്നലായി മാറാൻ കഴിവുള്ള മൂർച്ചയേറിയ വാക്കുകളാണ് വേടന്റെ പാട്ടുകളിലേത്. അത് ഒരു ആവേശമായി നമ്മുടെ പുതിയ തലമുറ തെരുവിലൂടെ പാടി നടക്കാൻ തുടങ്ങിയാൽ അതൊരു മുദ്രാവാക്യ രൂപം വരികയും ആയുധങ്ങളെക്കാൾ ശക്തിയുള്ള, മൂർച്ചയുള്ള ആയുധങ്ങളായി ആ വാക്കുകൾ മാറുകയും ചെയ്യും. വേടന്റെ സത്യസന്ധത തുളുമ്പുന്ന ഈ വാക്കുകൾ അതുകൊണ്ട് തന്നെ എവിടെ അനീതിയുണ്ടോ, എവിടെ വിവേചനമുണ്ടോ, എവിടെ അടിച്ചമർത്തലുണ്ടോ അവിടെയൊക്കെ ഉയരുന്ന ശക്തമായ ശബ്ദമായി, പ്രതിഷേധമായി മാറുക തന്നെ ചെയ്യും. വേടന്റെ ഈ പാട്ട് പറച്ചിൽ ഇതുവരെ അലസമായ, ലഹരി സമാനമായ മയക്കത്തിനടിമപ്പെട്ട പുതുതലമുറ, അവനെ കേൾക്കാതെ മുന്നോട്ട് പോകുന്ന സമൂഹത്തിനെതിരെ, അവന് പ്രതീക്ഷ നൽകാത്ത ഭരണകൂടങ്ങൾക്കെതിരെയൊക്കെയുള്ള പ്രതിഷേധമായി വേടന്റെ ഗാനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങുകയാണ്. ആധുനിക കാലത്തെ പൈഡ് പൈപ്പറായി മാറുകയാണ് വേടൻ. നീതി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന വേടൻ തൻ്റെ ഗാനങ്ങളിലൂടെ നമ്മുടെ യുവജനതയെയും കുട്ടികളെയും അനീതിക്കും വിവേചനങ്ങൾക്കും അധികാര ചൂഷണങ്ങൾക്കുമെതിരെയൊക്കെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേടൻ പാടിക്കൊണ്ടേയിരിക്കട്ടെ. അധികാരവർഗം വേടനെ ഭയക്കേണ്ടിയിരിക്കുന്നു.
കാരണം വേടൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിരിക്കുന്നു. അത് അധികാര ചൂഷണത്തിനെതിരെയുള്ള രാഷ്ട്രീയമാണ്. മതാധികാരികൾക്കും വേടൻ അവരുടെ പടിക്ക് പുറത്ത് തന്നെയായിരിക്കും. വേടന്റെ പാട്ടുകൾ മതമൗലികവാദത്തിനും തീവ്ര ജാതീയതയ്ക്കുമെതിരെയാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഭാഗമാക്കി കൂട്ടിക്കെട്ടാൻ പറ്റാത്ത തരത്തിൽ വേടനും വേടന്റെ പാട്ടുകളും ഇനിയുള്ള നമ്മുടെ സമൂഹത്തിൽ ലയിച്ചു ചേർന്നിരിക്കും. കുതന്ത്രതന്ത്രങ്ങളൊന്നുമില്ലാത്ത സത്യസന്ധമായ പറച്ചിൽ പാട്ടുകളായി. കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലേടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലേടാ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.